നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. സോ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ചില സമയത്ത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോൺവെർസേഷൻ, അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരം എന്ന രീതിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളതും കൂടി നമുക്ക് നോക്കാം. അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളതും കേൾക്കാം, നിങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളതും കേൾക്കാം. നോക്കാം നമുക്ക് എത്രത്തോളം മാച്ച് ആവും നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആൻഡ് അതിന് ഞാൻ ഒന്ന് അവരുടെ ഭാഗത്തുനിന്ന്, പേഴ്സൻ്റെ ഭാഗത്ത് ഓക്കെ, നിങ്ങൾ ആര് വ്യൂവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, അത് ഞാൻ ഓക്കെ, ഇത് വ്യൂവേഴ്സ് എനർജിയാണ്. ഓക്കെ, ഇത് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. സോ വട്ട് എവർ ഇറ്റ് ഇസ്, അത് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ലേഡീസ് പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോവും. ഓക്കെ, ബട്ട് നിങ്ങളത് മാറ്റർ ആക്കണ്ട. നിങ്ങളുടെ പാർട്ട്ണർ ഇത് നിങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കുക, നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നതായിട്ട് ഇടക്കുന്നുള്ളത് എടുക്കാം. ഓക്കെ, ഐ ഹോപ്പ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇത് നിങ്ങൾ പറയുന്നത്, ഇത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം, ആൻഡ് നിങ്ങളുടെ റിപ്ലൈ നമുക്ക് നോക്കാം. ഒരു കോൺവെർസേഷൻ പോലെ, സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചാറ്റ് ചെയ്യുകയാണ്, സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതും കൂടി ഷഫിൾ ചെയ്താക്കി. ഓക്കെ, യു നോ വാട്ട്, ഓക്കെ, ലെറ്റ്സ് സീ. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളുടെ പേഴ്സണിന് പറയാനുള്ളത് എംപ്രസ്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു വളരെ റെസ്പെക്റ്റാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഇത് നിനക്ക് മനസ്സിലാവണം എന്നില്ല, ഞാനത് പലപ്പോഴും ഞാൻ തുറന്ന് പറയാറില്ല, പക്ഷെ എനിക്ക് ഒരുപാട് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. നീ ചെയ്യുന്ന കാര്യങ്ങൾ, നീ ലൈഫിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് നീ നിൽക്കുന്ന ആ ഒരു സ്ഥാനം, നിന്നെ തന്നെ നീ ക്യാരി ചെയ്യുന്ന ഒരു പ്രൗഢിയോടെ നീ നിന്നെ തന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും നീ അതിലെല്ലാം നിന്നെ തന്നെ ക്യാരി ചെയ്യുന്ന ആ ഒരു എനർജി, എനിക്ക് റെസ്പെക്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. നീ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിൻ്റെ വീട്, ഫാമിലി, കുടുംബം, അതിൻ്റെ ഒപ്പം ജോലി, കരിയർ, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിലെല്ലാം നീ എങ്ങനെയാണ് എല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാം കൂടി അത്രയും നന്നായിട്ട് നീ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അതിന് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് നിന്നോട്. ശരിക്കും ഞാൻ നിന്നെ കാണുന്നത് ശരിക്കും ഒരു മാരേജ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു കുടുംബം നടത്താൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ ഒരു കുടുംബം കൊണ്ടുപോകുക എന്നൊക്കെ ഞാൻ അത്രയും എൻ്റെ ആ കഴിവിനെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്താ പറയാനുള്ളത് നോക്കാം വ്യൂവേഴ്സ്. ഐ ലൈ അവേക്ക് തിങ്കിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ. നിങ്ങൾ വ്യൂവേഴ്സ് പറയുന്നതായിട്ട് നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഫ്യൂച്ചർ എന്താവും എന്നാലോചിച്ച് എനിക്ക് ഉറക്കം വരാറില്ല. ഞാൻ രാത്രിയൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ തമ്മിൽ ഫ്യൂച്ചർ എന്ത് വേണമെന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളത്. നീ അത് തുറന്നു പറയാറില്ല. ഞാനത് ആലോചിച്ചു കൊണ്ടിരിക്കാറുണ്ട്, എന്താവും നമ്മൾ തമ്മിലുള്ളത്, ഫ്യൂച്ചർ നമ്മൾ തമ്മിൽ ഒന്നിച്ചുണ്ടോ എന്ന രീതിക്ക് എനിക്കെപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ഒന്നിച്ചൊരു ഫ്യൂച്ചർ വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പേഴ്സൺ പറയുന്നത് മജീഷ്യൻ. യെസ്, എനിക്കും ആഗ്രഹമുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് നേടാൻ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം വല്ലാതെ കിടക്കുന്നുണ്ട്. നിന്നെ വേണം എൻ്റെ ജീവിതത്തിൽ, നമ്മൾ ഒന്നിച്ചൊരു ജീവിതം വേണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയരുത്, നമ്മൾ ഒന്നിച്ച് തന്നെ വേണം എന്ന രീതിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ തമ്മിലൊരു അകൽച്ചയോ അതോ ഒന്നും വരാതെ, നമ്മൾ തമ്മിൽ പിരിയാതെ, നമ്മൾ തമ്മിലുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു അടുപ്പം എപ്പോഴും നിലനിൽക്കണം എന്ന രീതിയിൽ ഞാൻ എപ്പോഴും അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ. ഐ വറി അബൌട്ട് അസ് എ ലോട്ട്. എനിക്ക് നിങ്ങളുടെ പറയുന്നതാണ്, വ്യൂവേഴ്സ് പറയുന്നതാണ്, നമ്മളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. നമ്മൾ തമ്മിൽ പിരിയുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. എന്തെങ്കിലും സംഭവിച്ചാലോ, നമ്മൾ തമ്മിൽ അകന്നാലോ എന്നെനിക്ക് എപ്പോഴും പേടിയാണ്.
ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ വരുന്നുണ്ട്. നീ ആണെങ്കിലും എല്ലാം തുറന്ന് സംസാരിക്കില്ല. നീ പലപ്പോഴും പല കാര്യങ്ങളും മറച്ചു വയ്ക്കും. നീ മനസ്സിൽ പലതും വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അത് കാരണം എനിക്ക് കൂടുതലാണ് ടെൻഷൻ. എനിക്ക് ഒരുപാട് പേടികൾ വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. നമ്മൾ ഒന്നിച്ചുണ്ടാവുമോ ഇല്ലേ, നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ, എനിക്കെല്ലാം ഒരു കൺഫ്യൂഷനാണ്. അത് തന്നെ ഞാൻ ഇതൊക്കെ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്, ഒരുപാട് വറി ചെയ്യുന്നുണ്ട് നമ്മളെക്കുറിച്ച് ഓർത്ത്. നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ പോകണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു പ്രശ്നം വരരുത് എന്ന രീതിക്കും എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടും ഞാൻ ഒരുപാട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ഒരു പേടി, ടെൻഷൻ ഒരുപാടുണ്ട്. പേഴ്സൺ പറയുന്നത്, എനിക്ക് ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇടയിൽ ഒരു ഫാമിലി നോക്കുന്ന രീതിയിൽ എനിക്കെല്ലാം നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യണം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഒരു കുടുംബം പോലെ നടത്തണം, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ കൂടി എനിക്ക് നോക്കാൻ പറ്റണം, എനിക്കെല്ലാം ചെയ്തു തരാൻ പറ്റണം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതൊരല്പം ഈഗോ ഉണ്ട് എന്ന് വേണമെങ്കിൽ നിനക്ക് പറയാം. എനിക്ക് കുറച്ച് ഈഗോ ഉണ്ട്. എനിക്കത് നിനക്ക് ചെയ്തു തരാൻ പറ്റാത്ത അവസരങ്ങൾ വരുമ്പോൾ എനിക്ക് എൻ്റെ ആ ഈഗോ വല്ലാതെ ഹേർട്ട് ആവാറുണ്ട്. എനിക്ക് മേ ബി ഞാൻ കുറച്ച് കൺട്രോളിങ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടാവാം. എൻ്റെ ഫീലിങ്സ് ഞാൻ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞാനത് പലപ്പോഴും തുറന്ന് കാണിക്കാത്തത് ഒരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഒരു കൺട്രോൾ വെക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അത് പലപ്പോഴും തെറ്റായി പോകാറുണ്ട് എന്ന് എനിക്കറിയാം എൻ്റെ മിസ്റ്റേക്സ്. പക്ഷെ ഞാനത് ഒരു കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഇമോഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ആ ഇമോഷൻസിൻ്റെ കൺട്രോൾ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എല്ലാം തെറ്റിപ്പോയാലോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക്. മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു ചിന്തയാണ്. സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, എന്നെ കുറ്റപ്പെടുത്തിയാലോ എന്നെനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. ഐ വോണ്ട് യു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തന്നെ വേണം. എനിക്ക് തന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല. എനിക്ക് ജീവിതത്തിൽ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾക്കൊന്നിച്ച് ശ്രമിച്ചുകൂടെ? നമ്മൾക്കിതിലൊരു എഫേർട്ട് ഇടാൻ ശ്രമിച്ചുകൂടെ? നമ്മൾക്കിത് എഫേർട്ട് ഇട്ട് ഇതിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? നമ്മളുടെ ഈ ബന്ധത്തിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് രണ്ടുപേരും പരസ്പരം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളിതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടെല്ലാം വേസ്റ്റ് ആവരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല. ഐ വോണ്ട് യു. എനിക്ക് വേണം നിന്നെ എൻ്റെ ജീവിതത്തിൽ, എനിക്ക് വേണം. സ്ട്രെങ്ത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എവിടെയോ നീ എന്നെ മെരുക്കിയെടുത്തു എന്ന് എനിക്ക് തോന്നാറുണ്ട്. നിനക്ക് അത്രയും കഴിവുണ്ട് ശരിക്കും. ഞാൻ ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ ആ ക്യാരക്ടറിന് പലർക്കും എന്നെ സഹിക്കാൻ പറ്റാറില്ല. പക്ഷെ എവിടെയോ നീ എൻ്റെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നിന്നോട് ഉള്ള ആ ഒരു ബന്ധത്തിൽ നീ എന്നെ ഒരുപാട് മെരുക്കിയെടുത്തിട്ടുണ്ട്. നിൻ്റെ കൺട്രോളിൽ വെക്കൂ എന്നൊരു ചെറിയ പേടി കൂടി ഉണ്ട് എനിക്ക്. കാരണം എൻ്റെ മനസ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ ഇമോഷൻസ് നിന്നോടുണ്ട് എന്ന് ചിലപ്പോൾ നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമോ എന്ന് വരെ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അത്രയും ഇമോഷൻസ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വെറും ഒരു സോഫ്റ്റായി പോവുകയാണ് ഞാൻ വല്ലാതെ. പക്ഷെ അത് ഞാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം മറയ്ക്കാനും ഞാൻ കൺട്രോൾ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഒരിക്കലും അത് അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഞാൻ പലതും എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നീ അത്രയും സോഫ്റ്റാണ്. നീ എത്രത്തോളം കെയറിങ് ആണ് എന്നെ. നിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അലിഞ്ഞു പോവും. എൻ്റെ കൺട്രോൾ തന്നെ പോവും. പക്ഷെ അതിൻ്റെ ഒരു പേടിയുണ്ട് എനിക്ക്. ആ ഒരു എന്നെ തന്നെ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ട് എനിക്ക്. നിൻ്റെ മുമ്പിൽ ഞാൻ താഴേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. അത് എൻ്റെ ഈഗോ ആയിട്ട് കണക്കാക്കാം. പക്ഷെ എവിടെയോ നീ മനസ്സിലാക്കുക, അതായത് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട് അത്രയാണ് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. നിനക്കെന്നെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രത്തോളം ശരിക്കും നീ എന്നെ മെരുക്കിയെടുത്ത് കഴിഞ്ഞു. പക്ഷെ ഞാനത് നിൻ്റെ മുമ്പിൽ അനുവദിച്ച് തരാറില്ല എന്ന് മാത്രം. Do you think about me too?
നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, ഞാൻ എത്രത്തോളം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് നിന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യായിരിക്കും, നീ എവിടെയായിരിക്കും, എന്താണ് നിൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഓരോ കാര്യം ഞാൻ ചെയ്യുമ്പോഴും, ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായാലും ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ നിന്ന് നീ പോയ ഒരു നിമിഷമില്ല. എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും അവിടെ എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളിൽ എപ്പോഴും നീ ഉണ്ട്, എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ട്. നീയും എന്നെക്കുറിച്ച് അതേപോലെ ചിന്തിക്കുന്നുണ്ടോ? നീയും എന്നെ അത്രയും മിസ് ചെയ്യുന്നുണ്ടോ? അത്ര തന്നെ നിൻ്റെ മനസ്സിൽ ഞാനുണ്ടോ? നിൻ്റെ ചിന്തകളിൽ ഞാനുണ്ടോ? നീ അത് പലപ്പോഴും തുറന്ന് പറയാറില്ല. ഞാനിതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ്. എനിക്കെല്ലാം പറയണം എന്നാഗ്രഹമുണ്ട്, എനിക്ക് തുറന്ന് പറയണം എന്നാഗ്രഹമുണ്ട്. സ്നേഹത്തോടെ കുറച്ച് സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. റൊമാൻറ്റിക്കായിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഒരു നല്ലൊരു സ്നേഹത്തോടെ വളരെ കെയർ ഫ്രീ ആയിട്ട് ഒരു പ്രശ്നങ്ങളും എല്ലാം മറന്ന് എല്ലാം മാറ്റിവെച്ച് നമ്മൾ തമ്മിൽ ആ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള എനർജി ഞാനതങ്ങനെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ കുറച്ച് സമയങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ, ഇമോഷൻസ് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം എനിക്ക് അങ്ങനെ ഒരു സമയം വേണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു മെസ്സേജ് ചെയ്യാൻ ഞാൻ പലപ്പോഴും ഞാൻ ഫോൺ എടുത്ത് കൈ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ബട്ട് പിന്നെ ഞാൻ അതിനെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്യുകയാണ്. എൻ്റെ മനസ്സിലും ഉണ്ട് ആഗ്രഹം, ഞാനും ചിന്തിക്കുന്നുണ്ട്, ഞാനും ഓർക്കുന്നുണ്ട്, ഞാനും മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സംസാരിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഐ ഫീൽ ദ സെയിം വേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും മിസ് ചെയ്യുന്നുണ്ട്, ഞാനും ഒരുപാട് ഓർക്കുന്നുണ്ട്, എനിക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. വീണ്ടും ആ ഒരു പഴയ നമ്മൾ ആദ്യം പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്നേഹം അത് വീണ്ടും വേണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കുറച്ച് സമയങ്ങൾ ചിരിച്ച് കളിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങൾ എനിക്ക് വീണ്ടും വേണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വീണ്ടും ഒരു തുടക്കം വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിൽ വന്ന അകൽച്ചയെല്ലാം മാറ്റി, പ്രശ്നങ്ങളെല്ലാം മാറ്റി, വീണ്ടും ഒരു ആദ്യം തൊട്ട് പരിചയപ്പെടുന്ന രീതിയിൽ വീണ്ടും ഒരു ബന്ധം അവിടുന്ന് തൊട്ട് തുടങ്ങാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിനക്ക് അറിയാഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും ഒരുപാട് തവണ ഞാൻ എടുത്തു ചാടി നിനക്കൊരു മെസ്സേജ് ഇടാൻ ഞാൻ പല തവണ ഞാൻ ഒരുങ്ങിയതാണ്. പല തവണ നിന്നെ കാണാൻ വരാൻ ഞാൻ ഒരുങ്ങിയതാണ്. എനിക്ക് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ എനിക്ക് പെട്ടെന്ന് സംസാരിക്കണം, കാണണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പുറപ്പെട്ടതാണ്, പല തവണ ഞാൻ പുറപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് ആ എടുത്ത ചാട്ടം ആയിപ്പോകരുത് എന്ന് കരുതി ഞാൻ പിന്നെ എന്നെ തന്നെ വീണ്ടും കൺട്രോൾ ചെയ്യുന്നതാണ്. ഞാൻ ചില സമയത്ത് പെട്ടെന്ന് വന്ന് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ അപ്പം തന്നെ ആ ഒരു അടുപ്പം, ആ ഒരു ഡെപ്ത് എനിക്ക് അതിനെ വല്ലാതെ ഒരു ടെൻഷനാക്കും. അത്രത്തോളം അടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതിൽ ഒരുപാട് ഇൻവോൾവ് ആയി പോയാലോ, ഞാൻ കൂടുതൽ അടുത്താലോ, എനിക്ക് വേദനിച്ചാലോ, അല്ലെങ്കിൽ നീ എന്നെ വിട്ടുപോയാലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ നിന്നെ വേദനിപ്പിച്ചാലോ, അങ്ങനെ പല ചിന്തകളും എൻ്റെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് പെട്ടെന്ന് ഞാൻ വന്നാലും ചിലപ്പോൾ തിരിച്ചു പോകുന്നതും അതുകൊണ്ടാണ്. ഒരു പ്രെഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ ഞാൻ പെരുമാറുന്നത് അതുകൊണ്ടാണ്. ഐ മിസ് യു, ഡു യു? പിന്നെ ഇവിടെ വ്യൂവേഴ്സ് വളരെയധികം മിസ്സിങ് എനർജിയിലാണ് ഇരിക്കുന്നത്. പേഴ്സണിനെ എങ്ങനെയെങ്കിലും കാണണം, മിസ് ചെയ്യുന്നു എന്ന ഒരു എനർജി തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. എനിക്കൊരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിനക്കും ഉണ്ടോ അതുപോലെ? തുറന്നു പറഞ്ഞുകൂടെ? ജഡ്ജ്മെൻറ്റ്. ഞാൻ ചില കാര്യങ്ങൾ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കത് നന്നായിട്ടറിയാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, നിന്നോട് ചെയ്തു പോയ തെറ്റുകൾ എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ചില തെറ്റുകളുണ്ട് പിൽക്കാലത്ത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനേക്ക് ഇനി തിരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം തിരുത്താനുള്ള സമയമായി, മാറ്റാനുള്ള സമയമായി. അത് ചെയ്തിട്ടേ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഫേസ് ചെയ്യാൻ സാധിക്കില്ല. യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ചില റിയലൈസേഷൻസ് എനിക്ക് വരുത്തുന്നുണ്ട്, ചില തിരിച്ചറിവുകൾ എനിക്ക് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളിലെല്ലാം എന്തൊക്കെ തെറ്റുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്.
അതിനെല്ലാം എനിക്ക് തിരുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്നിട്ട് വേണം എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ. നോ. നിങ്ങൾ കാത്തിരിക്കില്ല എന്ന് പറയുന്ന പോലെ ഉണ്ട് എനിക്ക്. അതോ ഇനി നോ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം ദാറ്റ് പേഴ്സൺ വരില്ല എന്ന്, വരും എന്നൊരു വിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായിരിക്കാം. എവിടെയോ ഒരു നോ എന്ന് കാണുന്നുണ്ട്. ഹാപ്പിനെസ് ഈസ് മൈ പെറ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ വ്യൂവേഴ്സ് പറയുന്നത്, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ, ഒരുപാട് ലേറ്റായി, ഒരുപാട് വൈകിപ്പോയി. നിനക്ക് തിരിച്ചറിവുകൾ വരുമ്പോഴേക്കും ഞാനിപ്പോൾ എൻ്റെ സന്തോഷങ്ങളെ ഞാൻ ചൂസ് ചെയ്ത് തുടങ്ങി. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഞാൻ മൂവ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ ആ വെയിറ്റിംഗ് ഞാൻ നിർത്തി. ഞാൻ കാത്തിരിക്കൽ ഞാൻ നിർത്തി. അവസാനമായിട്ട് നിങ്ങളെ വ്യൂവർ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. 7 ഓഫ് കപ്സ്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചിന്തകളിൽ മുഴുവൻ നീ തന്നെയാണ്. എൻ്റെ മനസ്സിൽ മുഴുവൻ നീ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലതുമുണ്ട്. പക്ഷെ അതിലെല്ലാം ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ തന്നില്ല, നിനക്ക് ആ പ്രയോറിറ്റി ഞാൻ തന്നില്ല. അത് ശരിയാണ്, ഞാൻ ചെയ്ത തെറ്റാണ്. നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു താൽക്കാലികം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു അവസാനമാണ് എന്ന് നീ കരുതണ്ട. എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. ഞാൻ ചിലത് തിരുത്തി മാറ്റി, എന്നെ തന്നെ ഒന്ന് മാറ്റം വരുത്തി ഞാൻ വീണ്ടും വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്ന് കൂടി നോക്കാം. ഐ ആം ഇൻ സോ മച്ച് പെയിൻ. യെസ്, ഇതിവിടെ ഒരു എൻഡിങ് വന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. എനിക്ക് പെയിൻഫുൾ എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്. 10 ഓഫ് സോർട്സ് ആണ്, 5 ഓഫ് സോർട്സ് ആണ്. ഒരു കോൺഫ്ലിക്റ്റ് വന്ന് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് സംഭവിച്ച് കാണാം. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഓക്കെ, സംസാരം ഉണ്ടെങ്കിൽ തന്നെ മേ ബി അധികം ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കില്ല, സംസാരങ്ങളായിരിക്കില്ല. ഓക്കെ, പക്ഷേ ഓവറോൾ കണ്ടത് ഇവിടെ ലവേഴ്സ് എനർജിയാണിത്. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ സ്ട്രോങ് ആണ്. ഓക്കെ, ബോട്ടം നമ്മൾ പറയില്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബന്ധം വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ തന്നെ അവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. ഐ വാണ്ട് യു ടു ചൂസ്. യെസ്, നിങ്ങളിപ്പോൾ വിട്ടുകൊടുക്കുകയാണ് എല്ലാം. ഓക്കെ, നിങ്ങളെല്ലാം യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളെ വേണോ വേണ്ടേ എന്ന വ്യക്തി ചൂസ് ചെയ്തിട്ട് വരട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ സറണ്ടറിങ് മോഡിലാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്ന പോലെയാണ്. എനിവേ, ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് യെസ്, അവർക്ക് വിഷമമുണ്ട്. അവർക്ക് അറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം. തിരിച്ച് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു മെസ്സേജ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, അവർക്ക് പക്ഷെ അവരുടെ തെറ്റുകൾ തിരുത്താനുള്ള ഇപ്പോൾ സമയമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക, സെൽഫ് ലവിൽ നിൽക്കുക. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ ഫ്യൂച്ചർ എന്താവുമെന്ന് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ടെ. നന്ദി, നമസ്കാരം.